നീ നിന്റെ വീട്ടിൽ വെച്ച് മഗ്രിബ് ഇശായുടെ ഇടയിൽ ഈ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്നുള്ളത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. ഏത് രാത്രിയിലെന്നറിയോ? പരിശുദ്ധമായ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകും. കഴിഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 50 വർഷങ്ങൾ നമ്മൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും. അവിടെ ചെറിയ ദോഷം എന്ന് പറഞ്ഞിട്ടില്ല, വലിയ ദോഷം എന്ന് പറഞ്ഞിട്ടില്ല, രഹസ്യമായത് എന്ന് പറഞ്ഞിട്ടില്ല, പരസ്യമായത് എന്ന് പറഞ്ഞിട്ടില്ല. 50 വർഷം നമ്മൾ ചെയ്തു പോയ സകലമാന ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി തരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 50 വർഷം നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളൊക്കെ മാപ്പാക്കി തരുന്ന, അള്ളാഹു മാപ്പാക്കുന്ന, അതുപോലെ 12 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന, അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളും പവിത്രതകളും നിറഞ്ഞ നിസ്കാരമാണ് അവ്വാബി നിസ്കാരം. അവ്വാബി നിസ്കാരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാരൊക്കെ അവ്വാബി നിസ്കാരത്തിനെ പറ്റി കേട്ടു. അതിൻ്റെ പവിത്രതകൾ, അതിൻ്റെ മനോഹരമായ പ്രതിഫലങ്ങൾ, ധാരാളം പ്രതിഫലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട 5-6 പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഇവിടെ പറയും. ഈ അവ്വാബി നിസ്കാരത്തിൻ്റെ പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും പവിത്രതകളും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി, പക്ഷേ ഇതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ പലപ്പോഴും നമ്മളിൽപ്പെട്ട ചിലർക്കെങ്കിലും ഇത് നിസ്കരിക്കാൻ സാധിക്കാറില്ല, നിസ്കരിക്കാൻ കഴിയാറില്ല. ഇൻഷാ അല്ലാഹ് അവ്വാബി നിസ്കരിക്കുന്നതിൻ്റെ സമയം, അതിൻ്റെ റക്അത്ത്, ഓതേണ്ട സൂറത്തുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവ്വാബി നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കണം. കൂടിയാൽ ഇത് നിസ്കരിക്കേണ്ടത് 20 റക്അത്താണ്. 2 റക്അത്ത് കൂടിയാൽ 20 റക്അത്ത്. അത് 2 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്ത് നിസ്കരിക്കാം, 6 റക്അത്ത് നിസ്കരിക്കാം, 8 റക്അത്ത് നിസ്കരിക്കാം, അങ്ങനെ 20 വരെ നിസ്കരിക്കാം എന്നർത്ഥം. എങ്കിലും അഫ്ളലായത് മുത്തവസ്സിത്തായി നിസ്കരിക്കുന്നതാണ്, ഒരു മധ്യനിലയിൽ നിസ്കരിക്കുന്നതാണ്. അതായത് 6 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അവ്വാബി നിസ്കാരം 6 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. ഈ 6 റക്അത്തുകൾ 2 റക്അത്ത് കഴിഞ്ഞ് വീണ്ടും 2 റക്അത്ത് കഴിഞ്ഞ് വീണ്ടും 2 റക്അത്ത്, അങ്ങനെ തറാവീഹ് നിസ്കരിക്കുന്നത് പോലെ സലാം വീട്ടി സലാം വീട്ടി സലാം വീട്ടിയാണ് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ അവ്വാബി സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്ത് വജ്ഹത്ത് ഓതി ഫാത്തിഹ ഓതി ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ള സൂറത്ത് ഓതുക. ഇനി സലാം വീട്ടിയതിന് ശേഷം 3-ാമത്തെ റക്അത്തിലേക്ക് കടക്കുക, നിയ്യത്ത് വെക്കുക, ശേഷം വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ശേഷം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, സലാം വീട്ടുക. 5-ാമത്തെ റക്അത്തിന് വേണ്ടി എഴുന്നേൽക്കുക, നിയ്യത്ത് വെക്കുക, ഫാത്തിഹ ഓതുക, വജ്ഹത്ത് ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതുക. ശേഷം 6-ാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് ഓതുക. മനസ്സിലായിട്ടില്ലേ? അതായത് ഒന്നുകൂടെ പറയാം. 1-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. 3-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. 4-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. 5-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. 6-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്താണ് ഓതേണ്ടത്. ഇത് നിസ്കരിക്കേണ്ട സമയമാണ് ഇനി പറയാൻ പോകുന്നത്. നിസ്കരിക്കേണ്ട സമയം മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലാണ്. നിസ്കരിക്കേണ്ട സമയം മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലാണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലാണ് അവ്വാബി നിസ്കാരത്തിൻ്റെ സമയം. ഏറ്റവും അഫ്ളലായ സമയം എന്നുള്ളത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നിസ്കാരത്തിൻ്റെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഔറാദിനിരിക്കുമ്പോഴാണ് നമ്മൾ ഈ നിസ്കാരം കൊണ്ടുവരേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായ സമയം. ഇത് നിസ്കരിച്ചാൽ ലഭിക്കുന്ന അനന്തമായ പ്രതിഫലങ്ങൾ. ഒന്നാമതായി നേരത്തെ നമ്മൾ പറഞ്ഞു, ഇത് തൗബയുടെ നിസ്കാരമാണ്.
തൗബയുടെ നിസ്കാരമാണ്, തൗബ ചെയ്യുന്നവർക്കുള്ള നിസ്കാരമാണിത്. അതാണ് സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറയാൻ തന്നെ കാരണം. ഇനി രണ്ടാമതായ ഒരു വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ 50 വർഷങ്ങൾ നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും. അവിടെ ചെറിയ ദോഷം എന്ന് പറഞ്ഞിട്ടില്ല, വലിയ ദോഷം എന്ന് പറഞ്ഞിട്ടില്ല, രഹസ്യമായത് എന്ന് പറഞ്ഞിട്ടില്ല, പരസ്യമായത് എന്ന് പറഞ്ഞിട്ടില്ല. 50 വർഷം നമ്മൾ ചെയ്തു പോയ സകലമാന ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മനോഹരമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ 12 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകും. 12 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു അവനിക്ക് നൽകും. ആലോചിച്ച് നോക്കൂ, എന്തോ ഒരു മനോഹരമായ പ്രതിഫലമാണ്. മൂന്നാമത്തേത് അത്ഭുതകരമായ പ്രതിഫലമാണ്. അതായത് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, ലോകത്ത് 3 പള്ളികൾ വളരെ പ്രധാനമാണ്: മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൻ നബവി. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനിക്ക് 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണെ, നീ നിൻ്റെ വീട്ടിൽ വെച്ച് മഗ്രിബ് ഇശായുടെ ഇടയിൽ ഈ നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ 10 റക്അത്തോ 20 റക്അത്തോ ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്നുള്ളത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണ്. ഏത് രാത്രിയിലെന്നറിയോ? പരിശുദ്ധമായ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നിസ്കരിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകും. കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൻ ആ നിസ്കരിക്കുന്നത് വരെയുള്ള മുഴുവൻ ചെറുപാപങ്ങളും അവനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും. അതായത് ഒരാൾ സ്വലാത്തുൽ അവ്വാബീൻ നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവൻ എന്നിട്ട് നിയ്യത്ത് വെച്ചു, സ്വലാത്തുൽ അവ്വാബീനിൻ്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി. അതോടുകൂടെ അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാത്രമല്ല അവനിക്ക് 2 മലക്കുകളെ അവൻ്റെ ശുപാർശക്കായി നാളെ അവന് ഏൽപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവനിക്ക് 2 മലക്കുകളെ ശുപാർശക്കായി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. മാത്രമല്ല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവ്വാബീൻ നിസ്കാരം പതിവാക്കുന്നവനിക്ക് സ്വർഗത്തിൽ ഒരു മണിമാളിക, ഒരു കൊട്ടാരം തന്നെ അള്ളാഹു നിർമ്മിക്കും. സമുദ്ര സമാനമായ ദോഷങ്ങൾ അവൻ ചെയ്താലും, സമുദ്ര സമാനമായ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ നുര കണക്കിന് അവൻ ദോഷങ്ങൾ ചെയ്ത് കൂട്ടിയാലും ആ ദോഷങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തവന് ലഭിക്കുന്ന പ്രതിഫലവും അവനിക്ക് ലഭിക്കും. ഇങ്ങനെ തുടങ്ങി 7ഓളം ശ്രേഷ്ഠതകൾ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വളരെ പവിത്രമായ, വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണ് സ്വലാത്തുൽ അവ്വാബീൻ. എൻ്റെ പ്രിയമുള്ളവർ, മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ കഴിയുന്നതും നിരന്തരമായി നിസ്കരിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നിസ്കരിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നിസ്കരിക്കാൻ ശ്രമിക്കുക. ആഴ്ച 2 വട്ടം നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെങ്കിലും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങൾ അവ്വാബീൻ നിസ്കാരത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. വളരെ ശ്രേഷ്ഠമുള്ള പവിത്രതകൾ നിറഞ്ഞ സുന്ദരമായ നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. സ്വലാത്തുൽ അവ്വാബീൻ്റെ ശ്രേഷ്ഠതകളെ നമുക്കൊന്നുകൂടെ പറയാം. അതായത് 1, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. രണ്ടാമതായി അവൻ്റെ മുഴുവൻ ചെറുപാപങ്ങളെയും, ഈ നിസ്കരിക്കുന്ന സമയം വരെയുള്ള മുഴുവൻ ചെറുപാപങ്ങളെയും അള്ളാഹു അവനിക്ക് മാപ്പാക്കി കൊടുക്കും. 3, അവനിക്ക് വേണ്ടി 2 മലക്കുകളെ ശുപാർശക്കായി നിയമിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4, 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു അവനിക്ക് നൽകും. 5, 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു അവനിക്ക് വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കും. അതായത് ചെറുപാപങ്ങൾ, വലിയ പാപങ്ങൾ, രഹസ്യം പരസ്യം എന്നൊന്നുമില്ല. 50 വർഷത്തെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് വേണ്ടി നിർമ്മിക്കും. ഒരു മണിമാളിക അവനിക്ക് വേണ്ടി നിർമ്മിക്കുമെന്നുള്ളതാണ്. 6-മത്തേത്
സമുദ്ര സമാനമായി അവൻ ദോഷങ്ങൾ ചെയ്താലും, സമുദ്രത്തിൻ്റെ നുരകണക്കിന് അവനിൽ നിന്നും പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു മാപ്പാക്കി കൊടുക്കും. ഏഴാമത്തേത്, ജിഹാദ് ചെയ്തവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ, അവർക്ക് നൽകുന്ന പ്രതിഫലം അള്ളാഹു അവനിക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു തആല പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്തരം നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ വിജയികളായി തീരുകയുള്ളൂ. ഈ ദുന്യാവിൽ വിജയികളായി തീരുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പരലോക വിജയം നേടുന്നവർ ദുന്യാവിൽ കഠിനമായി ആരാധനകളിൽ മുഴുകുന്നവരാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.